സെനിജി ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന അതിർത്തി തർക്കം, ദീർഘനാളത്തെ അതിർത്തി തർക്കം ഏതാണ്ട് കുറേയൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന സൂചനകൾ ഒരാഴ്ച മുമ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെയാണ് അതിർത്തിയിൽ ചൈന 75% അവരുടെ കയ്യേറ്റങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴാ വീണ്ടും ഒരു റിപ്പോർട്ട് വരുന്നു, ചൈനയിൽ അവരുടെ സാന്നിധ്യം ചൈന കൂടുതൽ വ്യാപകമാക്കുകയാണെന്ന്. നമ്മുടെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താ ഇതിൻ്റെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ? അതായത് ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് വ്യോമസേന മേധാവിയായ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ളതാണ്. മാത്രമല്ല ഇത് ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ അതിർത്തിയിൽ എന്തിനാണ് ചൈന അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്? അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ റോഡ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, ബിൽഡിങ്ങുകൾ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ അവരുടേതായ സൈനിക ആവശ്യങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നില്ല, പകരം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നൊരു വാചകമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ അവിടെ മെച്ചപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും ചൈന പ്രവർത്തിക്കുന്നത് ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലാണ്. അവർ ടെക്നോളജിയിൽ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. പക്ഷേ നമ്മുടേതെന്ന് പറയുന്നത് അനുഭവ സമ്പത്തുള്ള സോൾജേഴ്സ്, മാനവ വിഭവശേഷിയെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ, ഇവരെല്ലാമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ടെക്നോളജിയെ മറികടക്കാൻ കഴിയും വിധം നമ്മുടെ മാനവശേഷി കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നും എയർ ചീഫ് മാർഷൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ചൈന നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ നമുക്ക് ഭൂഷണമല്ല എന്നാണ് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്, ഏത് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇനി നമ്മൾ വിലയിരുത്തണം. പണ്ട് ഇന്ത്യയും ടെക്നോളജിയിൽ ഒരുപാട് മുന്നിലായിരുന്നു, പക്ഷേ പിന്നീട് നമ്മളത് പിന്നോക്കം പോയി. എന്തുകൊണ്ടാണ് പിന്നോക്കം പോയതെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നും ടെക്നോളജിയിൽ അവർക്കൊപ്പം പിടിച്ചു കയറണമെന്നും ഈ എയർ ചീഫ് മാർഷൽ പറയുകയാണ്. അമർപ്രീത് സിംഗ് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഇസ്രയേൽ അതുപോലെ തന്നെ പാലസ്തീൻ തമ്മിലുള്ള യുദ്ധം, ഇസ്രയേൽ ആദ്യം ഹമാസുമായിട്ടാണ് യുദ്ധം നടത്തിയത്. അതിനുശേഷം അത് ഹിസ്ബുള്ളയുമായിട്ട് മാറി. അതിനുശേഷം പിന്നീട് ഹൂത്തികളൊക്കെ ആയിട്ട് മാറുന്നു, ഇറാനിലേക്ക് മാറുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യം എങ്ങനെ മാറുന്നു എന്ന് ഇന്ത്യ കൃത്യമായി നോക്കി പഠിക്കുന്നു. ഇത്തരം സമാനമായൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവണം, നമ്മൾ അത് കണ്ടുപഠിക്കണം. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തുന്നു, ഇതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കുന്നു. അതിൽ പ്രധാനമായും ഒന്ന്, ഈ ഇസ്രയേൽ അവിടെ ഉപയോഗിക്കുന്ന അയൺ ഡോമുകളാണ്. ഇന്ത്യ ഇത്തരം അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങണം. അപ്പോൾ ഇന്ത്യൻ വ്യോമസേന ഉൾപ്പെടെ ആധുനികവൽക്കരിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. അതായത് തുടർച്ചയായി ചൈന ഇന്ത്യൻ അതിർത്തിയിലേക്ക് കയ്യേറി വരുന്നു, അല്ലെ ആ മേഖലയിൽ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആരോപണങ്ങളുണ്ടായിരുന്നു. ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടക്കുന്നത്. എന്നിട്ട് ഇന്ത്യ പറയുന്നു, ഇനി നമ്മൾ വ്യോമസേനയെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി വ്യോമസേനയ്ക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും, അതായത് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ എല്ലാം തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കണം. 2047 ആകുമ്പോഴേക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കും. ഇപ്പം നമുക്ക് പല കാര്യങ്ങൾക്കും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ബാംഗ്ലൂരിൽ ആ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്ത്യക്ക് വേണ്ടി യുദ്ധവിമാനങ്ങൾ തേജസ് ഉൾപ്പെടെ നിർമ്മിക്കുന്ന അവരാണ്. പക്ഷേ ഇതിൻ്റെ പാർട്സുകൾ പല രാജ്യങ്ങളിൽ നിന്ന് വരികയാണ്. അത് അസംബിൾ ചെയ്യുക ചെയ്യുന്നത്. ഇങ്ങനെ അസംബിൾ ചെയ്യുന്ന സാധനങ്ങൾ ഏറെയും വരുന്ന അമേരിക്കയിൽ നിന്നാണ്. അവിടുന്ന് ഈ ജെറ്റിൻ്റെ എഞ്ചിനൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്. ആ എഞ്ചിൻ വാങ്ങുന്ന അമേരിക്കയിൽ നിന്നാണ്, ഡെൻമാർക്കിൽ നിന്നാണ് അതിൻ്റെ ബാക്കി പാർട്സ് മേടിക്കുന്നത്. ഫ്രാൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇവരൊക്കെ കൃത്യസമയത്ത് ഈ പാർട്സ് ഇവിടെ എത്തിക്കില്ല, മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാകാം എന്ന് പറയപ്പെടുന്നു. അമേരിക്കയ്ക്ക് ചില അസൂയ ഇന്ത്യയോടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് കൃത്യസമയത്ത് ഉദ്ദേശിക്കുന്ന അത്ര വിമാനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രതിരോധത്തെ, അല്ലെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയൊക്കെ ബാധിക്കുമെന്ന് പറയുന്നു. കാരണം കാലം ചെല്ലുന്തോറും വിമാനങ്ങൾ പഴകും. കാലപ്പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങൾ മാറ്റുകയും പുതിയവ പകരം നമ്മൾ പ്രതിഷ്ഠിക്കുകയൊക്കെ വേണം. അപ്പോൾ ഈ കാലപ്പഴക്കം ചെന്നവ മാറ്റി പുതിയത് നിർമ്മിക്കണമെങ്കിൽ HALും നമ്മളും തമ്മിലുള്ള കരാർ അനുസരിച്ച് കൃത്യസമയത്ത് അവർ നമുക്ക് വിമാനങ്ങൾ നിർമ്മിച്ച് നൽകണം. അതിനകത്ത് ചില പോരായ്മകളുണ്ട് എന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ കാലത്തിനനുസരിച്ച് കൂടുതൽ ആവശ്യം വരുന്ന യുദ്ധോപകരണങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ, ഇതിലേക്കൊക്കെ നമ്മൾ മാറണം. അപ്പം പരിശീലനത്തിലും പ്രവർത്തനക്ഷമതയിലും ഊർജ്ജസ്വലരായ സൈനികർക്ക് കൂടുതൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്.
ഒപ്പം റഷ്യയും ഇന്ത്യയും തമ്മിൽ കുറച്ച് യുദ്ധ വിമാനങ്ങളുടെയും ആയുധ കൈമാറ്റത്തിൻ്റെയും ഒക്കെ കരാറുണ്ട്. അപ്പോൾ റഷ്യയുമായുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമുക്ക് 3 S-400 മിസൈൽ സിസ്റ്റം യൂണിറ്റുകൾ നൽകിക്കഴിഞ്ഞു. ഇനി 2 മിസൈൽ യൂണിറ്റ് സിസ്റ്റം കൂടെ, അതായത് S-400, അത് അടുത്ത വർഷം തരും. അതോടുകൂടി ഈ മിസൈൽ മേഖലയിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറും. അപ്പോൾ ഇതൊക്കെ തന്നെ ചൈനയുടെ ഒരു ആക്രമണത്തെ അല്ലെങ്കിൽ ചൈനയുടെ ഒരു പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചൈന എന്താ ചെയ്യുന്നത് വെച്ചാൽ സൈനികപരമായും സാമ്പത്തികപരമായും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ശക്തി നോക്കുകയാണെങ്കിൽ ചൈനയുടെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കടലിൽ എങ്ങനെയാണ് അവരുടെ ദൗത്യം നടത്തുന്നതെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഇതിൻ്റെ കാര്യം അത് തന്നെയാണ്. അതായത് ചൈനയ്ക്ക് സൈനിക ശക്തിയിൽ ഇന്ത്യയുടെ ഏതാണ്ട് 4 ഇരട്ടി ശക്തിയാണ്. ബോംബുകളുടെയോ മിസൈലുകളുടെയോ യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ സൈനികരുടെ എണ്ണം എടുത്താലും നമ്മളെക്കാട്ടി 3-4 ഇരട്ടി അവരുണ്ട്. അപ്പോൾ അത്രയും സൈനികരുള്ള ഒരു രാജ്യം ഉണ്ടായിട്ടും ഇന്ത്യയുടെ ചില സമ്മർദ്ദങ്ങൾക്ക് അവർ വഴിപ്പെടേണ്ടി വരുന്നു. ഗൗതം പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമുദ്രത്തിൽ വലിയ ശക്തിയാകാൻ ചൈന ശ്രമിക്കുകയാണ്. പക്ഷേ എല്ലായ്പ്പോഴും അവിടുത്തെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്ന ഇന്ത്യ. കാരണം ഇന്ത്യക്ക് അവിടെ അതിർത്തിയുണ്ട്, ചൈനയ്ക്ക് അതിർത്തിയില്ല. ഏറ്റവും ഒടുവിൽ ക്വാഡ് ഉച്ചകോടി വന്നപ്പോൾ അതിൽ പങ്കെടുത്ത ഓസ്ട്രേലിയയും ജപ്പാനും അമേരിക്കയും ഇന്ത്യയോട് ചേർന്നിട്ട് പറഞ്ഞു, ഈ ചൈനയുടെ സമുദ്ര മേഖലയിലെ ഇടപെടലുകൾ നമുക്കൊന്ന് നിരീക്ഷിക്കണം. അവരെ ഇനി അങ്ങനെ അനാവശ്യമായ ഇടപെടലുകൾക്ക് നമ്മൾ വിട്ടുകൊടുത്തുകൂടാ. അതുകൊണ്ട് അവയെ നിരീക്ഷിക്കാനായിട്ട് കടലിലും കരയിലും ഒക്കെ നിരീക്ഷണ ഡ്രോണുകൾ സ്ഥാപിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഒപ്പം ഓസ്ട്രേലിയ കൃത്യമായ നിരീക്ഷണവുമായി ചൈനയുടെ പിന്നാലെ നടക്കുന്നു. അപ്പോൾ ചൈനയ്ക്ക് ആ മേഖലയിലുള്ള കപ്പൽ ഗതാഗതത്തിൽ അല്ലെങ്കിൽ ചരക്ക് ഗതാഗതത്തിൽ ഒരു നിർണായക റോൾ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ തുറമുഖങ്ങളൊക്കെ ഏറ്റെടുത്ത് ഒരു സമ്മർദ്ദ തന്ത്രം, എന്നിട്ട് അതൊക്കെ സൈനിക താവളമാക്കി മാറ്റുന്നു. ഒപ്പം വ്യാപാര സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നു. ആ സംഭവം പരാജയപ്പെടുന്നു. കാരണം ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുത്തവരെല്ലാം കൂടെ ചൈനയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചു. അപ്പോഴാണ് അടുത്ത തന്ത്രം എന്ന നിലയിൽ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ അതിർത്തി എന്ന് പറയുന്നത് ലഡാക്ക്, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവുണ്ട് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഈ അതിലൊരു കാര്യം പറയുന്നത്, നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പല സമയങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ അതിർത്തി ചൈന കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അമിത്ഷാ അടക്കമുള്ളവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി പറയുന്നത് വ്യാജമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കില്ലേ ചെയ്യുന്നത്? അല്ല, ഇതെന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വിദേശത്ത് പോകുമ്പോഴാണ്. വിദേശത്തെ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ പറയും ചൈന ഒന്നും നോക്കണം, എന്തൊരു വികസിതമാണ് ആ രാജ്യം, ഇന്ത്യയെ പോലെ എന്നല്ല. ഇന്ത്യയിലാണെങ്കിൽ തൊഴിലില്ലായ്മ കൂടി വരുന്നു, ചൈന വികസനം കൊണ്ട് അങ്ങ് പൊറുതി മുട്ടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചൈനയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. സത്യത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ചൈനയിലെ തൊഴിലില്ലായ്മ കൂടിക്കൂടി വരികയാണ്. കാരണം അവരെ അടിമകളെ പോലെ നിർത്തിക്കൊണ്ടാണ് ഈ ചൈന ഭരണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നത്. അപ്പോൾ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 4000 ചതുരശ്ര കിലോമീറ്റർ ഇവർ കയ്യേറിയെന്നാണ് പറയുന്നത്, ഈ അരുണാചലിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ 4000 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഡൽഹിയുടെ വലുപ്പം ഉണ്ടാവും. അതിനുശേഷം കഴിഞ്ഞ വർഷവും ഇതേപോലൊരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഇപ്പം ജയറാം രമേശ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് പറയുന്നത് 2000 ചതുരശ്ര കിലോമീറ്റർ അവർ കയ്യേറിയെന്ന് പറയുന്നു. കൂടാതെ ഇന്ത്യയുടെ 65 പട്രോളിംഗ് പോസ്റ്റുകളുണ്ട്, അതിൽ 26 എണ്ണം അവരുടെ കൈവശമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു, ഇന്ത്യക്കെതിരായ പ്രസ്താവനകൾ നടത്തും. അത് നമുക്ക് വളരെ വലിയ ക്ഷീണമാണ്. മാത്രമല്ല അരുണാചൽ പ്രദേശിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ ചുറ്റളവുള്ള ഒരു ഗ്രാമം അവരങ്ങ് സൃഷ്ടിച്ചു. ഈ ഗ്രാമം സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നത് അവർക്ക് ആയുധം സൂക്ഷിക്കുന്നതിന്, അതുപോലെ തന്നെ ഇന്ധന സംഭരണത്തിന്, ഇതിനൊക്കെ ഭൂഗർഭ അറകളൊക്കെ സൃഷ്ടിക്കണം. ഇതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു നരേറ്റീവ് അങ്ങ് സൃഷ്ടിക്കുകയാണ്. അപ്പം കഴിഞ്ഞ മെയ് 30-ന്, അതായത് ബ്ലാക്ക് സ്കൈ എന്ന് പറയുന്ന അമേരിക്കൻ ആസ്ഥാനമായ ഒരു കമ്പനിയാണ് ഈ ചിത്രങ്ങൾ എടുത്തത്. ആ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഇന്ത്യയിലെ ഭരണകൂടം അതിനെതിരെ കൃത്യമായ നിലപാടൊന്നും പറഞ്ഞൊന്നുമില്ല. കാരണം രാഹുൽ ഗാന്ധി അല്ലേ പറഞ്ഞോട്ടെ എന്നുള്ളൊരു ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഈ എയർ ചീഫ് മാർഷലായ അമർപ്രീത് സിംഗ് പറയുന്ന ചില കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. കാരണം ചൈന അവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് പിന്നിൽ എന്തോ ഒരു തന്ത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഈ അതിർത്തി പ്രദേശങ്ങളിൽ ചെറുതായിട്ട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ചില മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. 2020 ഇന്ത്യയിലെയും ചൈനയിലെയും സൈനികർ തമ്മിലൊന്ന് ഏറ്റുമുട്ടിയിരുന്നു. അത് ഗാൽവൻ താഴ്വരയിലാണ്. അവിടെ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് ഈ കോൺഗ്രസ് നേതാക്കൾ വരുത്തി തീർക്കുന്നത്. അപ്പം ആയുധം സൂക്ഷിക്കുന്നതിനും അവരുടെ ഇന്ധനം സംഭരിക്കുന്നതിനുമൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പ്രദേശങ്ങൾ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് അവർ കയ്യേറി എന്ന് വരുത്തി തീർക്കല്ലേ. പക്ഷേ ഇന്ത്യൻ സർക്കാർ ഒരിക്കൽ പോലും അതങ്ങനെ സംഭവിച്ചു എന്ന് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ കിഴക്കൻ ലഡാക്കിലും അരുണാചൽ പ്രദേശിലെ ഡോക്ലാം എന്ന്
പറയുന്ന പ്രദേശങ്ങളിലുമൊക്കെയാണ് ഈ ഗ്രാമം ഉണ്ടാക്കാനായിട്ട് ചൈന ശ്രമിക്കുന്നത്. അത് നമ്മൾ അംഗീകരിക്കില്ല എന്തായാലും. അതുകൊണ്ടാണ് നമ്മുടെ വ്യോമസേന ഉൾപ്പെടെ സേനകളെല്ലാം നവീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അയൺ ഡോം അപ്പോൾ ഇസ്രായേലിൽ അയൺ ഡോം എങ്ങനെയാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത് അതിന് സമാനമായ രീതിയിൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ അയൺ ഡോമിനെക്കാട്ടും അഡ്വാൻസ്ഡ് വരും. ലേസർ ബീമൊക്കെ ഉപയോഗിച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അപ്പം കടലിലൂടെയുള്ള ചില പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ വിഘാതമായി നിൽക്കുന്നു. എങ്കിൽ പിന്നെ ഇന്ത്യയെ ഒന്ന് അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് സാമ്പത്തികമായും സൈനികപരമായും ഒന്ന് സമ്മർദ്ദം ചെലുത്തണം. ഇതാണ് ചൈനയുടെ തന്ത്രം. അപ്പോൾ അത് നേരിട്ട് കണ്ടുകൊണ്ടാണ് വ്യോമസേനാ മേധാവിയായ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഇത്തരം ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ അത് ഈ പറയുന്നതിലൂടെ ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് വരും എന്ന് പറഞ്ഞാൽ ചൈനയുടെ ശ്രദ്ധയിലും വരും. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ അത്ര മണ്ടന്മാരല്ല എന്നുള്ള കൃത്യമായ സന്ദേശം. അപ്പോൾ നിലവിൽ അതിർത്തിയായിട്ടുള്ള ലഡാക്കും അരുണാചലൊക്കെ ചെറിയ രീതിയിലുള്ള ഭീഷണിയാണ് ഉള്ളത്. അതായത് ഈ പ്രഖ്യാപിത നിയന്ത്രണ രേഖയുണ്ട്. അതല്ലാതെ കുറച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിയന്ത്രണ രേഖകൾക്ക് സമീപത്തേക്ക് ഇരു രാജ്യങ്ങളിലെയും പട്ടാളക്കാർ വന്ന് പട്രോളിംഗ് നടത്തും. അവർക്ക് പട്രോളിംഗ് മാത്രമേ പാടുള്ളൂ, അവിടെ നിലനിൽക്കാൻ പാടില്ല. അപ്പോൾ ആ ഭാഗത്ത് ഇടയ്ക്ക് ചൈന വന്നൊരു ടെൻ്റൊക്കെ അടിച്ച് വെറുതെ ഒരു സംഘർഷത്തിന് സാധ്യത ഉണ്ടാക്കും. അപ്പോൾ അത്തരം പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് നേരത്തെ വിദേശകാര്യമന്ത്രി ജയശങ്കറും ചൈനീസ് പ്രതിനിധികളുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ അവരൊരു എഗ്രിമെൻ്റൊക്കെ ഏതാണ്ട് സൈൻ ചെയ്തു. അതാ ഗൗതം നേരത്തെ പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞ നിലപാടിൽ നിന്ന് വിഭിന്നമായി അവരെന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. എന്തായാലും ചൈന ഗോ ബാക്ക് എന്നാണ് പറയാനുള്ളത്. അതെ, അങ്ങനെ തന്നെ പറഞ്ഞ് നമുക്ക് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.